മണ്ടനല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ തന്നെ പറഞ്ഞു മണ്ടനല്ല. അവർക്ക് തന്നെ 2 ദിവസം അവനവിടെ അങ്ങനെ ഒന്നും കളിക്കുകയും എടുക്കുകയും ചെയ്യാതെ അങ്ങനെ കുത്തിയിരുന്നു. അപ്പം അവനതെല്ലാം കണ്ടൊന്നും മനസ്സിലാക്കാനാണ് കുട്ടിയിരുന്നത്. അപ്പോൾ കണക്കാക്കിയിരുന്നപ്പോൾ ഇവർ വിചാരിച്ചൊരു മണ്ടനാണെന്ന്. അപ്പോൾ ലാസ്റ്റ് ഇവർക്ക് തന്നെ തോന്നി ഇവൻ മണ്ടനല്ല, ബുദ്ധിമാനാന്ന് ഇവർ തന്നെ പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് ബുദ്ധിമാനാണ് തെളിയുകയും ചെയ്തു. ഈ നിമിഷത്തിൽ ഇപ്പം എന്താ തോന്നുന്നത്? എന്താ ജനങ്ങളോട് പറയുന്നത്? വോട്ട് ചെയ്തവരോട് ഈ നിമിഷത്തിൽ വോട്ട് ചെയ്തവരോട് തോന്നുന്നത് വളരെയേറെ സന്തോഷം. അവരാണ് മോനെ വിജയിപ്പിച്ചത്. ഒത്തിരി ഇത്രയും പ്രേക്ഷകരുണ്ടായില്ലെന്ന് ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷം. ഒത്തിരി സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചതിനും അധികം പ്രേക്ഷകരുണ്ടായി. അത് എല്ലാവരോടും നന്ദി പറഞ്ഞു. ഒരു സമയത്ത് ജിൻഡോ ചേട്ടനെതിരെ ഭയങ്കര കളിയാക്കല്, കാരണം മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അതിനെതിരെ പറയാറുണ്ട്. എന്തോ സഹിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട് ശരീരത്തിലെങ്കിലോ. എന്തൊക്കെയോ തോന്നിയത് എനിക്ക് തന്നെ പറയാൻ കിട്ടുന്നു. അതിന് മാത്രം സന്തോഷവും സങ്കടവും എല്ലാം എൻ്റെ മനസ്സിൽ വന്നു. ഈ ജിൻഡോ ചേട്ടൻ മണ്ടനാന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആരെന്നെ മണ്ടനാന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും എന്നുള്ള കാര്യം. മനസ്സിലാവുമല്ലോ. ചെറുപ്പം മുതല് എൻ്റെ മോനല്ലേ, ഞാൻ വളർത്ത മോനല്ലേ, എനിക്കറിയാലോ. അവരൊരു മണ്ടനല്ല, നല്ലൊരു ബുദ്ധിമാനാണ്. ഒരു ബുദ്ധിമാനായതുകൊണ്ട് തന്നെയാണ് കുഞ്ഞു പ്രായം മുതൽ അധ്വാനിക്കാനും കഷ്ടപ്പെടാനും യാതൊരു അലംബത്തെ പ്രശ്നങ്ങളിലോ ഒന്നിനും വീഴാതെ പോകാതെ നല്ല രീതിയിൽ വളർന്നു വന്നത് അവൻ നല്ലൊരു ബുദ്ധിമാനായിട്ടാണ്. ഷോക്കടയിൽ അമ്മനെ കുറിച്ച് ഭയങ്കരമായിട്ട് വൈകാരികമായിട്ട് പറയുന്നുണ്ടായിരുന്നു, അമ്മയോടുള്ള സ്നേഹനെ കുറിച്ചും. സ്നേഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായം മുതൽ കഷ്ടപ്പെടേണ്ട സമയത്തും എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറയും, ഞാനും പറയും. അങ്ങനെ ഭയങ്കര സ്നേഹ ഇതായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് സുഖമില്ലാണ്ടായതുകൊണ്ട് എപ്പോഴൊന്നും കൂടി ഭയങ്കര വിഷമമായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ അമൃതയിലെ ആശുപത്രിയിൽ പോയി കൊണ്ട് പോന്നപ്പോൾ ഇങ്ങനെ ലെൻസിനാണ് കംപ്ലൈൻറ്റ്, ചുരുങ്ങി അങ്ങേറ്റായി, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. അപ്പം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട, എവിടെ പോയാലും എൻ്റെ തൊണ്ടയിൽ വെക്കേണ്ടെങ്കിൽ അമ്മേനെ ചികിത്സ ചെയ്ത് രക്ഷിക്കും. അമ്മ വളരെ പേടിക്കുക ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തന്ന വാക്ക് പാലിച്ചുകൊണ്ട് നാളെ മോൻ വരാല്ലേ? വരാണ്. അപ്പോൾ മോന് വേണ്ട സ്വീകരണം എന്തൊക്കെയാ ചെയ്യുന്നത്? സ്വീകരണം അവൻ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെതായ എല്ലാവരൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ ആൾക്കാരും വരും. ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും വരും. എല്ലാവരും ഉണ്ടാവും ഇവിടെ. എല്ലാവരും കൂടി ഒന്ന് അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ഇരിക്കണം. സന്തോഷിക്കാന്ന് എഴുതിയിരിക്കുന്നത്. നാട്ടുകാരുടെ സഹകരണവും കാരണം കാണുമ്പോൾ നാട്ടുകാരുടെ കണ്ണൂരിൽ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നാട്ടുകാർ ഭയങ്കര സ്നേഹവനോട് എല്ലാ നാട്ടുകാരും.